പഴയങ്ങാടിയിൽ ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ പിടഞ്ഞ പെൺകുട്ടിക്ക് രക്ഷകരായി എത്തിയത് ഒരു കൂട്ടം യുവാക്കളാണ്. കടയിൽ സാധനം വാങ്ങാനെത്തിയ യുവാക്കളുടെ സമയോചിതമായ ഇടപെടലും പ്രാഥമിക ശുശ്രൂഷയുമാണ് ഒരു വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കിയത്. കുട്ടി ധൈര്യം സംഭരിച്ചു സഹായത്തിന് നേരിട്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കുവാൻ സാധിച്ചെന്നാണ് യുവാക്കൾ പ്രതികരിക്കുന്നത്. യുവാക്കൾ പഴയങ്ങാടിയിൽ ഒരു കടയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സൈക്കിളിലെത്തിയ ഒരു പെൺകുട്ടി തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതായി ആംഗ്യം കാണിച്ചു സഹായം അഭ്യർത്ഥിച്ചത്. ആ സമയത്ത് കുട്ടിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ലെന്നും കണ്ണൊക്കെ വല്ലാതെയായി എന്നും യുവാക്കളിൽ ഒരാൾ പ്രതികരിച്ചു. യുവാക്കളിൽ ഒരാൾ പെൺകുട്ടിയുടെ വയറിൽ അമർത്തി പുറത്തേക്ക് തള്ളുവാൻ ശ്രമിച്ചു. രണ്ടാമത്തെ തവണ വയറിൽ അമർത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തൊണ്ടയിൽ കുടുങ്ങിയ ചൂയിങ്കം പുറത്തേക്ക് തെറിച്ചു വീണത്. ഇതോടെ കുട്ടിക്ക് ശ്വാസം നേരെ വീഴുകയും അപകടനില തരണം ചെയ്യുകയുമായിരുന്നു. കുട്ടിയുടെ മനോധൈര്യമാണ് രക്ഷയായി മാറിയതെന്നാണ് യുവാക്കൾ പറയുന്നത്. കാരണം പേടിച്ച് വീട്ടിലേക്ക് ഓടിയില്ല, ധൈര്യം സംഭരിച്ച് തങ്ങൾക്കരികിലേക്ക് ആ സൈക്കിളും എടുത്തുകൊണ്ട് സഹായത്തിന് അടുത്തേക്ക് വരുന്നു. ആംഗ്യം കാണിച്ചുകൊണ്ട് ഈ കുട്ടി പ്രതികരിക്കുകയാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തുവാൻ. അപ്പോൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടെന്നാണ് അവർ പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ യുവാക്കളിൽ ഒരാൾക്ക് ആത്മവിശ്വാസം പകർന്നത് ഈ യൂട്യൂബിൽ കണ്ടുപരിചിച്ച പ്രഥമ ശുശ്രൂഷ വീഡിയോകളൊക്കെ. അപ്പോൾ അത്തരം വീഡിയോകൾ കണ്ട ഒരു പരിചയമുള്ളത് കൊണ്ട് തന്നെ തനിക്ക് വലിയൊരു പരിഭ്രമം തോന്നിയില്ലെന്നും ശാന്തമായി തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുമാണ് ആ യുവാവ് പറയുന്നത്. അപ്പോൾ ഈ പഴയങ്ങാടിയിൽ നടന്ന ഈ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വലിയൊരു പാഠമാണ്. ചിലപ്പോൾ ഒരു ചെറിയ ധൈര്യവും കുറച്ച് അറിവും സമയോചിതമായ ഒരു ഇടപെടലും ഒക്കെ ഉണ്ടായാൽ ഒരു ജീവൻ വരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ അപകടം എന്നത് അത് അപകട സമയത്ത് പേടിച്ച് ഓടിപ്പോവുകയല്ല, ശാന്തമായി തന്നെ ഒരു സഹായം തേടുവാനും ശാന്തമായി തന്നെ ഒരു സഹായം നൽകുവാനും കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും തന്നെ വേണം. കാരണം ഏത് നിമിഷവും ഏത് സ്ഥലത്തും അത് ഒരു വലിയൊരു ജീവൻ രക്ഷ ആയുധമായിട്ട് തന്നെ നമുക്കത് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ചൂയിങ്കം വിഴുങ്ങരുതെന്ന് കുട്ടിക്കാലത്ത് മുതിർന്നവർ നമുക്ക് എല്ലാവർക്കും നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പോലും ഒരു 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിൽ ചൂയിങ്കം ചവയ്ക്കുമ്പോൾ നമുക്കൊക്കെ നെഞ്ചെടുപ്പാണ്. കാരണം ആ കുഞ്ഞുങ്ങൾ അത് വിഴുങ്ങുമോ? കാരണം അവരെ അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും കരഞ്ഞ് നിലവിളിച്ചെങ്കിലും അവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കും. അപ്പോൾ നമുക്കൊക്കെ നെഞ്ചെടുപ്പാണ്. അപ്പോൾ ഈ ചൂയിങ്കം വിഴുങ്ങിയാൽ അത് ദഹിക്കപ്പെടാതെ പല വർഷങ്ങളോളം നമ്മുടെ വയറ്റിൽ തന്നെ ഇരിക്കുമെന്ന് പറയുന്ന പല കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഥകളൊക്കെ ശാസ്ത്രീയമായ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളത് അല്ലെങ്കിലും നമ്മൾക്കെല്ലാം അല്ലെങ്കിൽ ഒരു ഭയമായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് നിൽപ്പുണ്ട്. ഒരു ചൂയിങ്കം ആകസ്മികമായി വിഴുങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചൂയിങ്കം ഒട്ടിപ്പിടിക്കുന്നവയും ഇലാസ്റ്റിക് പോലെ വലിയതുമാണെന്ന കാര്യം നമുക്കറിയാം. നമുക്ക് അവ മണിക്കൂറുകളോളം ചവയ്ക്കാം, എന്നിട്ടും അവയുടെ വലിപ്പത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഇക്കാരണത്തിലാണ് ഇത് വയറിലെ പാളിൽ തുടരുമെന്നും കുടലിൽ തടസ്സമുണ്ടാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നത്. ഈ ചൂയിങ്കം ദഹിപ്പിക്കുവാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല, പക്ഷേ ഇത് ദഹന നാളത്തിൽ വർഷങ്ങൾ നിലനിൽക്കുമെന്ന ധാരണ ഒട്ടും ശരിയല്ല. പച്ചക്കറികളിലും വിത്തുകളിലും അടങ്ങിയിരിക്കുന്ന നാരുകൾ പോലെ ചൂയിങ്കം ലയിക്കില്ല. അതുമാത്രമല്ല, നമ്മുടെ ശരീരം ഇതിനെ തകർക്കുന്നതിനായി ദഹന എൻസൈമുകളെ ഉൽപ്പാദിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ വയറ്റിൽ ഇവ ദീർഘനേരം നിലനിൽക്കും. എന്നാൽ നമ്മൾ കഴിക്കുന്ന മറ്റേതൊരു ഭക്ഷണത്തെയും പോലെ ഇത് ദഹന വ്യവസ്ഥയുടെ സഞ്ചരിക്കുകയും ഈ ശരീരത്തിൽ നിന്ന് മലവിസർജനം വഴി നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. ഈ ചൂയിങ്കം കുടൽ തടസ്സപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം, പക്ഷെ ഇത് വളരെ അപൂർവമായാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തി വലിയ അളവിൽ ചൂയിങ്കം വിഴുങ്ങുകയും മലബന്ധം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് കുടലിൽ തടസ്സത്തിലേക്ക് നയിച്ചേക്കാം. ഇത് കൂടുതലും സംഭവിക്കുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾ ചൂയിങ്കം കഴിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതാണ് ഏറ്റവും നല്ലത്. പീഡിയാട്രിക് ജേണലിൽ 1998 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് ചില കേസുകളിൽ കുട്ടികൾ ഒന്നിലധികം ചൂയിങ്കം വിഴുങ്ങിയതിനു ശേഷം കുടൽ തടസ്സങ്ങൾ ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. ഇത് കഠിനമായ വേദന, ഛർദി, മലബന്ധം ഇവയ്ക്കൊക്കെ കാരണമായിട്ട് മാറും. കൂടാതെ ഈ ചൂയിങ്കം വിഴുങ്ങുന്നത് ശ്വാസമുട്ടുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. മുതിർന്നവർ ചൂയിങ്കം ചവയ്ക്കുന്നത് പോലെ ശ്രദ്ധയോടെ കുട്ടികൾ അത് ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ ദഹനനാളത്തിന് ശരീരത്തിൽ നിന്ന് ചൂയിങ്കം നീക്കുവാൻ ചെയ്യാൻ 40 മണിക്കൂർ മുതൽ നിരവധി ദിവസം വരെ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. ഇത് ഭക്ഷണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. കാരണം ഇത് നമ്മുടെ ദഹനനാളത്തിലെ മറ്റു ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് മന്ദഗതിയിലാണ് പുറത്തേക്ക് നീങ്ങുക. അപ്പോൾ മുതിർന്നവർ ചവയ്ക്കുകയും ഊതി വീർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് അനുകരിക്കുവാനുള്ള പ്രവണത കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ചൂയിങ്കം ചവയ്ക്കുന്നത്. പല കുട്ടികളും അറിയാതെ തന്നെ അത് വിഴുങ്ങുകയും ചെയ്യും. പക്ഷേ എല്ലാവർക്കും അതുകൊണ്ട് ആപത്തുകൾ വരണമെന്നൊന്നുമില്ല. ചിലർക്ക് ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ ഡോക്ടറെ സഹായം തേടേണ്ടി വരും. ചിലർ പറയുന്നത് ചൂയിങ്കം വിഴുങ്ങിയാൽ 7 വർഷത്തോളം അത് വയറ്റിൽ കിടക്കുമെന്നുമൊക്കെയാണ്. ഒരു വലിയ കഷ്ണം ചൂയിങ്കമോ
ചെറിയ കുറെ കഷ്ണങ്ങളോ കുറഞ്ഞ സമയത്തുള്ള വയറ്റിൽ ചെന്നാൽ അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അപൂർവമായി മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. ഈ ചൂയിങ്ങ മാത്രമല്ല, നാണയങ്ങൾ, വിത്തുകൾ, റബ്ബർ, പിന്ന് തുടങ്ങിയ വയറ്റിലെത്തിക്കുന്ന ദഹിക്കുവാൻ കഴിവില്ലാത്ത ഏതൊരു വസ്തുവും ദഹന പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കും. കൊച്ചുകുട്ടികളാണ് ഇതിൽ പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് പെടുന്നത്. കുട്ടികളുടെ വായിൽ ദുർഗന്ധം മാറ്റാനും ഈ ബലൂൺ പോലെ ഊതി വീർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഈ ഒരു ആനന്ദത്തിനുമൊക്കെയാണ് പണ്ട് മുതലേ ഈ ചൂയിങ്കം ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ അമേരിക്കയിലെ ശിശു രോഗ വിദഗ്ധന്മാരുടെ അക്കാദമി രേഖപ്പെടുത്തിയിട്ടുള്ള ഇത്തരത്തിൽ വിഴുങ്ങപ്പെടുന്ന ചൂയിങ്കം അന്നനാളത്തിലേക്കോ ആമാശയത്തിലേക്കോ ആണ് എത്തുന്നത്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൂയിങ്കം വിഴുങ്ങരുതെന്ന അറിവില്ല. ചില സമയം ചൂയിങ്കം വിഴുങ്ങിയാൽ വളരെ അപകടകരമാകുകയും ചെയ്യും. മരക്കറ പോലെ പ്രകൃതിദത്തമായതോ കൃത്രിമമായതോ ആയ വസ്തുക്കൾ കൊണ്ടാണ് ചൂയിങ്കം നിർമ്മിക്കുന്നത്. കേടുവരുവാതിരിക്കാനുള്ള രാസവസ്തുക്കളും ഫ്ലോറുകളും നിറങ്ങളും മധുരവും എല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട്. ചവയ്ക്കും തോറും കൂടുതൽ മധുരം ഊറി വരുന്നതിന് വേണ്ടി കലോറി പ്രദാനം ചെയ്യുന്ന പഞ്ചസാര ധാരാളമായിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഈ മധുരത്തിനെ ആഗിരണം ചെയ്യാൻ മനുഷ്യ ശരീരത്തിന് സാധിക്കും. പശ പോലുള്ള ഈ മരക്കറയെ ദഹിപ്പിക്കുവാൻ മനുഷ്യരുടെ ദഹന പ്രക്രിയയ്ക്ക് സാധിക്കില്ല. ദഹന വ്യവസ്ഥയുടെ ചുരുങ്ങിയും വലിഞ്ഞുമുള്ള ചലനത്തിലൂടെ ഈ പശ അന്നനാളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ പശയുടെ പിന്നീടുള്ള യാത്ര മലവിസർജനത്തിലൂടെ അവസാനിക്കുകയും ചെയ്യും. ചൂയിങ്കം ചവയ്ക്കുന്നത് പല്ലുകൾക്ക് ഏറെ നേരം പണി കൊടുക്കുന്ന കാര്യമാണ്. മധുരമില്ലാത്ത ചൂയിങ്കമുകൾ വിരളവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല്ലുകളിലേക്കും മോണയിലേക്കും മധുരം ഏറെ നേരം ചെല്ലുമ്പോൾ പല്ലുകൾക്ക് കേടുവരുവാനുള്ള സാധ്യത കൂടി വളരെ കൂടുതലാണ്. ഷുഗർ ഫ്രീ ആണെന്ന് പറഞ്ഞു നിൽക്കുന്ന ചൂയിങ്കമിൽ ചേർക്കുന്നത് ഇത്തരത്തിൽ സോർബിറ്റോൾ ആണ്. ഇത് കുട്ടികൾ വയറിളക്കത്തിന് വരെ കാരണമാകുന്ന ഒരു സംഭവമാണ്. ഈ കറുവപ്പട്ടയുടെ രുചി തോന്നിപ്പിക്കുന്ന ചൂയിങ്കം ചവയ്ക്കുമ്പോൾ സുഗന്ധത്തോടൊപ്പം ചെറിയ എരിച്ചിൽ കൂടി അനുഭവപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. ഇത് ചവയ്ക്കുന്നത് വായിൽ വരകൾ വീഴുന്നതിന് ഇടയാക്കാറുണ്ട്. എത്ര ഷുഗർ ഫ്രീ ആയാലും ചൂയിങ്കം പല്ലിൽ ഒട്ടിപ്പിടിക്കുക തന്നെ ചെയ്യും. മുതിർന്നവരിൽ ഈ ചൂയിങ്കം ശീലമാക്കിയവർ ദിവസം 2ൽ കൂടുതൽ ചൂയിങ്കം ചവയ്ക്കാതിരിക്കുക. കാരണം ചവച്ചരച്ചത് വിഴുങ്ങുകയോ കടലാസിലോ ഇലയിലോ ചുരുട്ടി പുറത്ത് കളയുക, മറ്റുള്ളവർ തുപ്പിയ ചൂയിങ്കത്തിന്റെ നമ്മുടെ ചെരുപ്പിലോ കയ്യിലോ വണ്ടിയിലെ ടയറിലോ ഒക്കെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെ അറപ്പുളവാക്കുന്ന കാര്യമാണ്. അതൊക്കെ നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വലിച്ചു നീട്ടുന്നതും കട്ടിയുള്ളതുമായ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടാണ് ഇത്തരത്തിൽ ചൂയിങ്കമിലെ പശയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെ എളുപ്പത്തിൽ വിഴുങ്ങാൻ പറ്റുന്ന വിധത്തിലല്ല ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൂയിങ്കം പോലുള്ള ഏതൊരു വസ്തുവും തൊണ്ടയ്ക്കുള്ളിൽ കുടുങ്ങിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പ്രസ്താവിക്കുന്നത്. ഈ ഷുഗർ ചൂയിങ്കത്തിൽ ചേർക്കാറുള്ള സോർബിറ്റോൾ ഘടകങ്ങൾ ചെറിയ അളവിൽ ശരീരത്തിൽ ചെന്നതുകൊണ്ട് നമുക്ക് ദഹന പ്രക്രിയയ്ക്ക് ഇത്തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറില്ല. പക്ഷേ വളരെ കൂടിയ അളവിൽ ഇത് ശരീരത്തിൽ എത്തിയാൽ അതിസാരത്തിന് ഇടയാക്കും. ചൂയിങ്കം വിഴുങ്ങിയാൽ അത് ദഹിക്കാതെ കിടന്ന് ചിലർക്ക് മലബന്ധത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്നുമാണ് ഇത്തരത്തിൽ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ കുട്ടികൾ ചൂയിങ്കം ചവച്ചു കഴിഞ്ഞാൽ തുപ്പാൻ മറന്നുപോകാനും അബദ്ധത്തിൽ വിഴുങ്ങുവാനും ഒക്കെ ഇടയുണ്ട്. മിഠായിയും ചൂയിങ്കവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാകുന്ന ഒരു പ്രായത്തിൽ മാത്രമേ ഇത്തരത്തിൽ കുട്ടികൾക്ക് ചൂയിങ്കം കൊടുക്കാവൂ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ ചൂയിങ്കം കഴിക്കാവൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നിർബന്ധം പിടിക്കുകയും ചെയ്യും. നമ്മൾ കാണാത്തപ്പോഴേക്കും, നമ്മുടെ കണ്ണ് തെറ്റുമ്പോഴായിരിക്കും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ ആ ചൂയിങ്കം എടുത്ത് കഴിക്കുകയും വിഴുങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായിരുന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെ മാത്രമേ കുട്ടികളും സഞ്ചരിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൈ എത്താത്തടുത്ത് അത് വയ്ക്കുവാൻ ശ്രമിക്കുക, കുഞ്ഞുങ്ങൾ കാണേ അത് കഴിക്കാതിരിക്കുവാനും ശ്രമിക്കുക.